സ്വർഗം ഭൂമിയെ തൊടുന്നതാണ് ക്രിസ്മസ്. ദൈവം മനുഷ്യരെ ആർദ്രമായി തൊടുന്നത് ക്രിസ്മസ്. അങ്ങനെയാണെങ്കിൽ സ്പർശത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. മദർ തെരേസ ഒരു വൃദ്ധഭവനത്തിൽ ചെന്ന് നിൽക്കുകയാണ്. റഫ് ആൻഡ് ടഫായിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് മറ്റ് സിസ്റ്റേഴ്സ് പരാതി പറഞ്ഞു. ഇവർ ജനാലക്കരികിലുള്ള കിടക്കയിലെ കിടക്കൂ എന്ന് ശഠിക്കുന്ന ഒരാളാണ്. മരുന്ന് കഴിക്കുന്നില്ല, അനാവശ്യമായിട്ട് പൊട്ടിക്കരയുന്നു, പൊട്ടി ചിതറുന്നു. മൊത്തത്തിൽ വല്ലാത്തൊരു പ്രശ്നകാരി തന്നെ. മദർ തെരേസ അവരുടെ അടുത്ത് വന്നിരുന്നു. അവരുടെ കയ്യിലെടുത്തൊന്ന് അമർത്തി കണ്ണുകളിലേക്കൊന്ന് നോക്കി കനിവ് കിനിയുന്ന വാക്കുകളോടെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരാൾ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ തൊടുന്നത്, ഒരാൾ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തങ്ങ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഈ ജനാലക്കരികിൽ കിടക്കണമെന്ന് ശടിക്കുന്നത്. പുറത്തേക്ക് നോക്കൂ, അവിടെ എൻട്രൻസ് ഗേറ്റ് കാണാം, പ്രവേശന കവാടം. വർഷങ്ങൾക്ക് മുമ്പ് അത് തള്ളി തുറന്ന് മകനും മരുമകളും പേരക്കുട്ടികളും എന്നെ ഇവിടെ കൊണ്ടുവന്ന് തള്ളി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എന്തെങ്കിലും ഒരിക്കൽ അവർ ഈ പ്രവേശന കവാടം തുറന്ന് എന്നെ കൊണ്ടുപോകുവാൻ ഇവിടെ വരുമെന്ന് കരുതി കാത്തിരിക്കുകയാണ്. ഞാനിങ്ങനെ മിഴിക്കണ്ണുമായിട്ട് പുറത്തു നോക്കി ഇരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാതിൽ തുറന്നു വരുന്ന സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും. അവർക്ക് ആവശ്യം സ്നേഹത്തിൻ്റെ സ്പർശമാണ്. ഭാര്യ തളർന്നു കിടക്കുകയാണ്. ഭർത്താവ് പല വിധത്തിലുള്ള ജോലികളിൽ തിരക്കിലും. ഭാര്യ ഒരു ക്രിസ്മസ് സീസണിൽ അയാളോട് പറയുന്നു, ഇത്ര തിരക്കെന്തിനാണ്, നിങ്ങൾക്കിന്നത് തൊട്ടൂടെ? അത് ചോദിക്കുന്ന ആൾ നിങ്ങളുടെ വീട്ടിലെ അംഗമാണോ എന്ന് ചോദിച്ചു നോക്കുക. ആങ്ങളെയും പെങ്ങളും വഴിത്തർക്കവും സ്വത്ത് തർക്കവും മൂലം രണ്ട് ചേരികളിലാണ്. ഒരു ക്രിസ്മസ് കാലത്ത് അവർ തറവാട്ട് വീട്ടിൽ ഒരുമിച്ച് ചേർന്നു. പണ്ടത്തെ പോലെ ക്രിസ്മസ് ട്രീ ഒരുക്കി, ക്രിബ് ഒരുക്കി, ഓടി പാടി നടന്നു. ഇടയ്ക്ക് അവളൊന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ അയാൾ പണ്ടത്തെ ആങ്ങളയുടെ അതേ സ്നേഹത്തോടു കൂടി അവളെ കയ്യിൽ പിടിച്ചു ഉയർത്തി. പെട്ടെന്ന് അവളൊരു ചോദ്യം, നീ ഇതുപോലൊന്ന് തൊട്ടിട്ട് എത്ര നാളായി? അപ്പോൾ അയാൾ പറഞ്ഞു, നീയും എന്നെ കൈവിട്ട് കളഞ്ഞില്ലേ. കൈവിട്ട് കളഞ്ഞതിനെ വീണ്ടെടുക്കലാണ് ക്രിസ്മസ് എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഓർക്കാത്തത്? സ്നേഹത്തോടെ ഒന്ന് തൊടുക. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കഴിയുന്ന അപ്പനമ്മയും വിദേശത്ത് നിധി കൊയ്യുന്ന മകൻ. അപ്പൻ മകൻ എഴുതി, മോനെ അമ്മയ്ക്ക് നിന്നെ കാണണം. അയാൾ പറഞ്ഞു, തിരക്ക്. വീണ്ടും എഴുതി, അമ്മയ്ക്ക് നിന്നെ കാണണം, തിരക്കപ്പാ തിരക്ക്, അടുത്ത അവധിക്ക് വരാം. മോനെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് കൊതിയാണ്, അമ്മ വയ്യാതായിരിക്കുകയാണ്. മകന് ഉടൻ തന്നെ മറുപടി എഴുതി, അമ്മയ്ക്ക് ബെസ്റ്റ് ആശുപത്രിയിലെ ബെസ്റ്റ് ഡോക്ടറുടെ ബെസ്റ്റ് മെഡിസിൻ നൽകണം, ബെസ്റ്റ് അല്ലാതെ നമ്മുടെ അമ്മയ്ക്കൊന്നും കൊടുത്തുകൂടാ. അയാൾ പറഞ്ഞു, മോനെ നിൻ്റെ അമ്മയ്ക്ക് ബെസ്റ്റ് നീയാണ്, നീ ഒന്ന് വന്നാൽ മതി, പ്രശ്നങ്ങൾ തീരും. വന്നില്ല, തിരക്ക്. പിന്നെ നിന്നെരിഞ്ഞ് കത്തിപ്പിളർന്ന് മെഴുകുതിരി പോലെ കരിന്തിരിയായി അമ്മ മരിച്ചു. അപ്പോൾ മകൻ ഓടിയെത്തി മൃതദേഹത്തെ തൊട്ടു വണങ്ങാൻ തുടങ്ങിയപ്പോൾ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ ഇയാൾ പൊട്ടി അലറിക്കൊണ്ട് പറഞ്ഞു, തൊട്ടുപോകരുത്, ഇന്നലെ വന്നിരുന്നെങ്കിൽ അമ്മയുണ്ടായിരുന്നു, ഇന്നിപ്പോൾ വെറും ശവമാണ്. ശവത്തിന് മനുഷ്യരുടെ സ്പർശമൊന്നും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഒരാൾ ലീവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ തൊടേണ്ടത്, ലീവ് ചെയ്യുമ്പോഴല്ല. അങ്ങനെയാണെങ്കിൽ തൊടുന്ന നേരങ്ങളിലൊക്കെ ക്രിസ്മസ് ആഘോഷം ഉണ്ടാകുന്നുണ്ട് എന്ന് ഒന്ന് ഓർത്ത് നോക്കുക. നമുക്ക് സ്നേഹത്തോടുകൂടി ആർദ്രതയോടുകൂടി സ്പർശിക്കുന്നവരായി മാറാം. ദൈവം സ്പർശിച്ചതുപോലെ നമുക്ക് പരസ്പരം ഹൃദയം കൊണ്ടും കരുണാർദ്രത കൊണ്ടും തൊടാം. നല്ല യാത്ര.